ഹലോ നമസ്കാരം, ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ പറയട്ടെ, ഞാനിന്ന് പുളിയോദരയാട്ടോ ഉണ്ടാക്കണത്. ഇന്ന് ചുണ്ടൽ വേണ്ടാന്ന് വെച്ചു, കാരണം പയർ ശരിയാവില്ല. അപ്പോൾ പൊടി അവിടെ വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു, നീ ഒന്ന് നാളെ മറ്റന്നാളും ഉണ്ടാക്കാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പുളിയോദരപ്പൊടി മിക്സ് ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ ചോറ് വാർത്തിട്ട് പുളിയോദര അങ്ങനെ വെറുതെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നവരാത്രി രണ്ടാം ദിവസമല്ലേ. അപ്പോൾ ഇന്നത്തെ ബ്രഹ്മചാരിണി രൂപമാണ് ദേവിയുടെ, അറിയാലോ. അത് വായിച്ചവർക്ക് അറിയായിരിക്കും. അതായത് ശിവപത്നിയാവാൻ വേണ്ടി പാർവതി ദേവി അനുഷ്ഠിച്ച ഒരു തപസ്. അതാണ് ബ്രഹ്മചാരിണി എന്ന പേരാണ് വന്നേക്കണത്. പിന്നെ നിറം ഇന്ന് റെഡാണ് കേട്ടോ. റെഡ് എന്ന് പറയുമ്പോൾ ആഘോഷത്തിൻ്റെ, പ്രണയത്തിൻ്റെ, ഭക്തിയുടെയൊക്കെ ഒരു നിറം. അപ്പോൾ ഞാൻ റെഡ് ഇട്ടേക്കണു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ സാരിയൊക്കെ ഉടുക്കാമെന്ന് വെച്ചാൽ റെഡ് കളർ സാരി ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇല്ല. ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു ലൈനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വേണ്ട, റെഡ് ഇങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ഭക്തിപൂർവ്വം ഞാനും ആഘോഷപൂർവ്വം ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അത് ഇപ്പോൾ സാരി തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതങ്ങ് ഉടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ബ്രഹ്മചാരിണി എന്ന് പറഞ്ഞത് സത്യത്തിൽ ഒരു കയ്യിൽ കമണ്ഡലവും മറു കയ്യിൽ രുദ്രാക്ഷവുമാണ് പിടിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ആ ദേവിയുടെ ഭാവത്തെയാണ് ആരാധിക്കുന്നത്, ബ്രഹ്മചാരിണി. പിന്നെ മംഗല്യ ഭാഗ്യത്തിന് വളരെ നല്ലതാണ് ഇന്നത്തെ ദിവസം പൂജിക്കുന്നതും. ഈ 9 ദിവസവും നല്ലതാണ്. ഓരോ ദിവസവും ഓരോ ഭാവത്തിലാണല്ലോ ദേവി വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഓരോ ഗുണങ്ങളും നമുക്ക് അതിൻ്റേതായി കിട്ടും. അതിനാണ് ഞാൻ പറഞ്ഞത്, ലളിതാ സഹസ്രനാമം എന്നും ഒരു നേരമെങ്കിലും ചൊല്ലുകയാണെങ്കിൽ അത്രയും നല്ലത് എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അത്. അപ്പോൾ ഇന്നത്തെ ഞാൻ അധികം നീട്ടണില്ല കേട്ടോ. ഇന്നലെ ഒരു സബ്സ്ക്രൈബർ, എൻ്റെ ഒരു ഫോളോവർ പറഞ്ഞിരുന്നു ഞാൻ ഓവറായിട്ട് പറയണു, കുറച്ച് ബോറടിക്കണമെന്ന്. ഇല്ല, ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞു വന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അധികം ബോറടിപ്പിക്കാതെ നിർത്താൻ പോവാണ്. അധികം ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ ആ ഒരു ഇൻട്രോ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൗഭാഗ്യം നിറഞ്ഞ നവരാത്രി ദിനങ്ങളാവട്ടെ ഇനിയുള്ള ഓരോ ദിവസവും. അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് എൻ്റെ പുളിയോദര എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതും കൂടി ഒന്ന് കാണിച്ചേക്കാം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. പുളിയോദര ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമല്ലേ. നമ്മൾ അതിൻ്റെ ആ മിക്സ് ഒന്ന് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ചടപടേന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നല്ലെണ്ണയിൽ കുറച്ച് കപ്പലണ്ടിയും കുറച്ച് കടുകും പിന്നെ കുറച്ച് കടലപ്പരിപ്പും വറക്കാം. പിന്നെ ആ പൊടി ആവശ്യത്തിന് എടുത്തിട്ട് അന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് അപ്പം തന്നെ ഓഫ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പ് കുറവാണെങ്കിൽ ലേശം ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പുളിയോദര റെഡി ആയി കഴിഞ്ഞു. എന്തെളുപ്പമല്ലേ. സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ പുളിയോദര ക്ഷേത്രങ്ങളിലൊന്നും പ്രസാദമായിട്ട് തരാറില്ല കേട്ടോ. തമിഴ്നാട്ടിൽ, ആന്ധ്രയിൽ അവിടെയൊക്കെ ചെല്ലണം. അവിടെ പ്രസാദമായിട്ട് തരുന്നത് നമുക്ക് ഇതുപോലത്തെ പുളിയോദരയാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, പുളിയോദര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ പുളിയോദര മിക്സ് ഞാൻ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇന്ന് ഇടാത്തത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അപ്പോൾ നാളെ അടുത്ത വീഡിയോ ഇട്ട് വരാം. അതുവരെ എല്ലാവർക്കും